ഹലോ, നമസ്കാരം. ഒരാട്ടും കൂട് കാണിക്കാം. ഇതിനെ ഇത്രയും പൊക്കമേ ഇവിടെ കയറി നിന്ന് കഴിയുമ്പം ഇത്രയും പൊക്കം കുറഞ്ഞ് എനിക്കാണെങ്കിൽ പോലും തലയിടിക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഇത്തിരി കൂടെ പൊക്കവും കൂട്ടി നല്ല അടിപൊളി ഒരു ആട്ടും കൂടാക്കാം. ഈ ഷീറ്റായിരുന്നു, ഇതെല്ലാം പറന്ന് പോകും ഓരോ പ്രാവശ്യവും കാറ്റടിക്കും. വർഷങ്ങൾക്ക് മുമ്പ് 4000 രൂപയ്ക്ക് പന വാങ്ങിച്ച് വെട്ടിക്കൊണ്ടിട്ടത്. അതൊന്നും നശിക്കാതിരിക്കും. എന്തെങ്കിലും ആടിനെ വളർത്തണമെന്ന് തോന്നുമ്പോൾ ആടിനെ വളർത്താമല്ലോ. ഇന്ന് പണിക്കാർ വരുമെന്ന് പറഞ്ഞായിരുന്നു, അവർ വന്നില്ല. കണ്ടോ, ഇതാ ഷീറ്റ് വാങ്ങി പ്രാവശ്യം ഇടാൻ വേണ്ടിയിട്ട് ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. ഒരു ഷീറ്റ് ഈടെ വാങ്ങിച്ച ഇവിടെ ഇരിപ്പുണ്ട് പശുക്കൂടിനിടാൻ. എന്നതിന് കമഴ്ത്തി വെക്കുന്ന ഭാഗം. എന്നാ വെയിലാന്ന് കണ്ടോ. എങ്ങനെ അവർ നാളെ ഇവിടെ പണിയുമെന്നറിയില്ല. ഭയങ്കര വെയിൽ. അതിന് ചെറിയ കൂട് പണിയാൻ വേണ്ടിയിട്ടുണ്ടോ. അത്ര ഉണ്ടായിട്ട് എത്ര പൈപ്പും എന്ത് സാധനങ്ങളും വേണമല്ലേ. അപ്പോൾ വലുതായി വെൽഡ് ചെയ്യുന്നിടത്തൊക്കെ എന്തായിരിക്കും. കച്ചി കൊണ്ടുവരുമ്പം അത് വെക്കാമെന്നും പറഞ്ഞിട്ടാണ്. അതാകുമ്പോൾ നനയാണ്ടിരിക്കും. അല്ലേ മുറിക്കകത്ത് വെച്ചാണ് അഴിക്കുന്നത്, വേറെ സൗകര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചാക്ക് നിരത്തിയിട്ട് ഇതിൽ വെച്ചഴിക്കാം. എപ്പോഴെങ്കിലും ആടിനെ വളർത്തണമെന്ന് തോന്നുമ്പോൾ ആടിനെ വളർത്താം. നല്ല ഭംഗിയില്ലേ. ഇത് കണ്ടപ്പോഴേ എന്ത് തോന്നുന്നു, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കല്ല് പെൻസിൽ ഓർമ്മയില്ലേ അല്ലേ. നമ്മളുടെ ഇപ്പോൾ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുമ്പോൾ ഇതൊക്കെ ഒടിഞ്ഞു പോയാലേ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് അടി കിട്ടുന്നതും ഓർക്കൊണ്ട് കല്ല് പെൻസിലും കൊണ്ട് എഴുതുന്ന സമയം. അതുപോലെ നെട്ട് ബോൾട്ട് എന്നതാ, അത് കട്ട് ചെയ്യുന്ന സാധനം. ഇതുണ്ടോ, മറ്റേ ഫാനിടാൻ വേണ്ടിയിട്ട് ഞങ്ങളത് വലിയ മുറിയായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം വീടും വന്ന് വാങ്ങിയതാണ്. വലിയ മുറിയായിട്ട് കിടക്കുമായിരുന്നു. ഒന്ന് കയറി ഇറങ്ങി പോകുന്ന അങ്ങനത്തെ വീടായിരുന്നു. അപ്പം ഞങ്ങളെ മുറിയുടെ വലിപ്പം കുറച്ചിട്ടൊരു തിണ്ണ പോലെ ആക്കിയപ്പം എന്താ ഫാനിടാൻ വേണ്ടി വാർക്കയിൽ അവർ ഇട്ടിരുന്ന കമ്പി ഭിത്തിയോട് ചേർന്നായിപ്പോയി. പിന്നെ ഫാനിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിലൊരെണ്ണം അങ്ങനെ ഇടാൻ, ഒരെണ്ണം തിണ്ണയിലും ഇടാം. ഫാനിടണമെന്ന് തോന്നും, വാങ്ങിക്കുമ്പോൾ ഇടാം. ഇപ്പോൾ തൽക്കാലം അവർ വന്നപ്പോൾ ഇത് ഇട്ടില്ലെങ്കിലേ പിന്നെ നടക്കില്ലല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു മെത്ത കച്ചവടക്കാർ വന്നു. ഞാൻ വീഡിയോ എടുത്ത് പെരയ്ക്കകത്ത് കഥ ഓടിച്ചിട്ട് അങ്ങേ മുറി മാത്രം തുറന്നിട്ടിരുന്നേ. അപ്പോഴത്തേക്ക് കൈസർ ഓടിച്ചു തന്നു. ദൈവമേ, ആ വന്ന ചെറുക്കന് ചാടി കയറി പിറ്റേ കയറി. അതാണ് എനിക്ക് ഉറക്കം ചിരി. അമ്മച്ചിയെ അമ്മൂന്നൊക്കെ വിളിച്ചിട്ട് അവൻ പെരയ്ക്കകത്ത് കയറി. അയ്യോ, ആ പെരയ്ക്കകത്തല്ല, വെളിയിലെ ജനലിൽ കൂടെ ചാടി മണ്ടയ്ക്ക് കയറി. അപ്പം ഞാൻ കഥ തുറന്നിട്ടിറങ്ങി. എൻ്റെ ചേച്ചി മെത്ത വേണോ, ഇൻസ്റ്റാൾമെൻറ്റാന്ന് വന്നിട്ട് പ്രാർത്ഥന തന്നെ കൈ കാണിച്ചിട്ട് അയ്യോ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും ഇവിടെ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, മെത്ത എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ഇവനെ ഒന്ന് പിടിച്ചോന്ന് പറഞ്ഞിട്ട് അതതിൻ്റെ ജീവനും കൊണ്ട് അതിനെ ഓർത്തോർച്ച് ചിരിക്കാൻ